ശ്രീധുവിന്റെ ഒറ്റയാൾ പോരാട്ടത്തിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ഗബ്രി ജോഡികൾ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 6 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ട്. സോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുമ്പോൾ ഈ ഒരു വോട്ടിംഗ് റിസൾട്ട് അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ട് ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആദ്യ വോട്ടിംഗ് വലിയ രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന ഒരു മുന്നേറ്റം തന്നെയാണ് പലരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ശ്രീധുവിന്റെ അട്ടിമറി മുന്നേറ്റം തന്നെയാണ് ഈ ഒരു നിമിഷ ശ്രദ്ധേയം. 21,753 വോട്ട് എന്ന് പറയുന്ന റെക്കോർഡ് വോട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ ഋഷിയുണ്ട്. 20,650 വോട്ട് കടന്നിരിക്കുകയാണ് ഋഷി. മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കാൻ ജാസ്മിനെയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുക. 19,975 വോട്ട് ഏത് നിമിഷം വേണമെങ്കിലും ജാസ്മിന് അട്ടിമറി മുന്നേറ്റം നടത്താൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്തോട്ട് വ്യക്തമായിട്ടുള്ള ലീഡുമായിട്ട് അപ്സര നിൽക്കുകയാണ്. 17,315 വോട്ട് സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുക അൻസിബയുടെ മുന്നേറ്റം തന്നെയാണ്. 16,954 വോട്ട് അൻസിബ സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് വരികയും ഗബ്രിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. കഴിഞ്ഞ മണിക്കൂറുകളിൽ അഞ്ചാം സ്ഥാനത്ത് ഗബ്രി ആറാം സ്ഥാനത്തോട്ട് വന്നിരിക്കുകയാണ്. 16,134 വോട്ട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്തോട്ട് വീണ്ടും തകർന്ന ഒരു നോറനെ കാണാൻ സാധിക്കുന്നുണ്ട്. 15,358 വോട്ട് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഒരു വൻ വോട്ടിംഗ് തകർച്ച നേരിടുന്ന യമുനനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 11,654 വോട്ട് ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് യമുനയുടെ കാര്യത്തിൽ. കണ്ടു തന്നെയാണ് യമുന ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുമെന്നൊക്കെ. അപ്പം വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.